മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സോയ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോയ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. കഴിക്കാത്തവർ പോലും കഴിച്ചു പോവും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സോയ തിളപ്പിക്കുമ്പോൾ തന്നെ ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് പിടിച്ച് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് തിളപ്പിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 1.5 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സോയ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മസാലയൊക്കെ അതിന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മസാലയൊക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ സോയ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതിനധികം വേവൊന്നുമില്ല. ഇപ്പോൾ അതാ അത്യാവശ്യം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി. ഇപ്പോൾ അതാ സോയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അത്യാവശ്യം മൂത്ത് വരുമ്പോഴാണ് ഓരോന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടിയതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. തക്കാളി നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേരണം കേട്ടോ. ആ രീതിയിൽ കിട്ടണം. അപ്പോൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാ തക്കാളി എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ആരും ചേർത്ത് കൊടുക്കരുത്. നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ മസാലയൊക്കെ ഒന്ന് ആ വെള്ളത്തിലൊന്നൊരു ആയി കിട്ടുന്ന രീതിയിൽ അത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സോയയാണ് കേട്ടോ. സോയയും കൂടി ഇട്ടെടുത്തതിൻ്റെ ശേഷം എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാല ഒക്കെ ആ സോയയിൽ പിടിക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്.
മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ സോയാ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.